ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ വൈകിട്ട് 8 മണിക്കത്തെ വിഷയാധിഷ്ഠിത മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിഷയം വലിയ ശക്തി ഒരു മാർഗദർശി, ഹയർ പവർ എ ഗൈഡ്. നമ്മളോട് സംസാരിക്കുന്നത് മതിച്ചേട്ടൻ കൈപ്പറമ്പാണ്. മതിച്ചേട്ടനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മതിച്ചേട്ട, നമുക്ക് തുടങ്ങാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നം തോന്നുന്നുണ്ട്. പലരുടെയും ഷെയറിങ് തിരിഞ്ഞിരുന്നില്ല. ഞാൻ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്. ദൈവനവരും കൊണ്ടും ആൽക്കോളിസ് അനോണിമസ് എന്ന മഹത്തായ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നുകൊണ്ടും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് മധു. ഹായ് മതിച്ചേട്ടാ. എല്ലാവർക്കും ഒരു ഹായ്. സന്തോഷം. ഹായ്. ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ പോയി വന്നു. ഞാൻ കയറാൻ ഒരു 8:40 അല്ല, 8:15 ആയി. 8:20 കയറിയത്. അപ്പൊ യഥാർത്ഥത്തില് ഓരോ വിഷയങ്ങളിലൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തില് ആ വലിയ ശക്തി ഒരു മാർഗദർശി. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ, ഞാൻ ആൽക്കോളിസ് അനോണിമസിൽ വരുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ല. വലിയ ശക്തി എന്നോ അല്ലെങ്കിൽ ദൈവം എന്ന ആശയോ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെയാണ് ആൽക്കോളിസ് അനോണിമസിൽ വന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം, ലോകത്തെ ഒരു മനുഷ്യശക്തിക്ക് ഞങ്ങളുടെ രോഗത്തെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കും. ഇവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. ശരിക്കും ഞാൻ ആൽക്കോളിസ് അനോണിമസിൽ വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മദ്യാസക്തനെ സംബന്ധിച്ച്, എന്നെപ്പോലത്തെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് അഹങ്കാരം. ഇതിൽ പറയുന്നുണ്ട്, അഹങ്കാരവും സ്വാർത്ഥതയും അഹങ്കാരവും കൂടിക്കലർന്നൊരു സ്വഭാവം, സെൽഫ് സെൻറ്റേർഡ്, ഈഗോസെൻട്രിക് എന്ന് പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ നായ തന്നെ നിങ്ങൾക്ക് കുറയ്ക്കുന്നത് ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇവൻ ആവശ്യമില്ലാതെ കുറയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷൻ വരും ശരിക്കും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു നായയാണ്, സാധാരണ ഒരു ജീവിയാണ്, അവൻ എന്തെങ്കിലും കണ്ടിട്ട് കുറയ്ക്കാവും എന്നുള്ളൊരു ചിന്തയിൽ വരാൻ എനിക്ക് കുറേ സമയം എടുത്തു എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ഷെയറിങ്, ഇപ്പം നേരത്തെ വേലാതേട്ടനടക്കമുള്ള ഷെയറിങ്ങുകൾ കേൾക്കുമ്പോൾ മുറിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഉള്ളിൽ പെട്ടെന്ന് ചിലപ്പോൾ എനിക്കൊരു ഉത്കണ്ഠ വരും. ഇപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കില്ലേ എന്നുള്ളൊരു ഉത്കണ്ഠ. ഇതിവിടെയൊക്കെ എൻ്റെ ആ സ്വഭാവ വൈകല്യങ്ങളെ എടുത്ത് കാണിക്കുന്ന പല രീതിയിലുണ്ട് ശരിക്കും. ഞാൻ എൻ്റെ ഒരു തുടക്കത്തിൽ, അതായത് ഒരു 4-ാം പടിയൊക്കെ ചെയ്തപ്പോൾ തുടക്കത്തിലുള്ള ഒരു സംഭവം പറയാം. ഞാൻ ഒരു 4-ാം ക്ലാസ് തൊട്ടിട്ട് ഒരു 7-ാം ക്ലാസ്, ഡിസ്റ്റർബൻസ് ഉണ്ടോ രാജേഷേട്ടാ? ഇവിടെ മറ്റേ നായയുടെ പ്രശ്നമില്ലല്ലോ? നായ കുറയ്ക്കുന്ന ഇല്ലേ? ഓക്കെ. അപ്പോ ഞാനൊരു ശരിക്ക് ഒരു 4-ാം ക്ലാസ് മുതലാണ് എനിക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വന്നത്. 4-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ, 4, 5, 6, 7 ഞാനൊരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ശരി, എൻ്റെ അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും വിദേശത്ത്, ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലുള്ളൂ. അപ്പോൾ അവിടെ കന്യാസ്ത്രീകളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. നല്ല ശിക്ഷ കിട്ടും, കാരണം മാർക്ക് കുറഞ്ഞ കിട്ടും. ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മൾ രാത്രി ഇരുന്ന് സ്റ്റഡി റൂമിലിരുന്നിട്ട് വർത്താനം പറഞ്ഞ അടി കിട്ടും. അപ്പം ഞാൻ സത്യത്തിൽ അവിടെ ഉച്ച നേരത്തും വൈകിട്ടും പള്ളിയിൽ പോകണം. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു 15 മിനിറ്റ് നേരം പ്രാർത്ഥന ഉണ്ട്. വൈകിട്ട് ആ വിശക്കുന്ന 8 മണി അല്ലെങ്കിൽ 8:15 നേരത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്. അത് പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഭക്ഷണത്തിന് പോകാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ
വിശ്വാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ പ്രത്യേകിച്ച് ഒരു തരം വിശ്വാസമല്ല, നമുക്ക് ആ ഇറിറ്റേഷനാണ് വരിക. അപ്പൊ അന്ന് തൊട്ടിട്ട് തന്നെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനൊക്കെ വരുമ്പോൾ, വിദേശത്ത് നിന്ന് വരുമ്പോൾ ഈ അമ്പലങ്ങളിലും പോകും. എന്നെ സംബന്ധിച്ച് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ വന്നത് ഒക്കെ സ്വഭാവം, അന്നേ സ്വാർത്ഥനാണ് ഞാൻ ശരിക്കും. പൊതുവെ സ്വാർത്ഥത പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവനവൻ്റെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ഇനി ഇടയ്ക്ക് വീട്ടിൽ വല്ല ബന്ധുക്കളൊക്കെ വന്നിട്ട് വല്ല സ്വീറ്റ്സോ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നേ സ്വാർത്ഥനാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ചിന്താഗതികൾ വന്നു. എൻ്റെ അച്ഛനെയും അമ്മയെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ചെറിയ കുട്ടിക്കാലത്ത് ഒരു ശരിക്കൊരു ജയിലാണ്. ഒരു ജയിലിലിട്ട പോലെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം. 4ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു കുട്ടി അവൻ അച്ഛനെയും അമ്മേനെയും ബന്ധുക്കളെയും ആരും കാണാതെ ഒരു സ്ഥലത്ത് നിൽക്കുക. അവിടുന്ന് തുടങ്ങി എൻ്റെ ഏറ്റവും വലിയ സ്വഭാവ ദൂഷ്യങ്ങൾ. ഞാൻ എൻ്റെ മനസ്സിലൊക്കെ കരുതി ഇവരുടെയൊക്കെ വെറുപ്പും ദ്വേഷം വന്നു. വിദേശത്തുനിന്നും അച്ഛനെയും അമ്മ വന്നു കഴിഞ്ഞാൽ അവരോടൊന്നും മിണ്ടില്ല ഞാൻ. അങ്ങനെ നടന്നു. പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 8ാം ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നം. 8ാം ക്ലാസ് തൊട്ട് ഞാൻ പുകവലിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് തൊട്ടിട്ട് 8ഉം 9ഉം 10ഉം പിന്നെ അവിടെ ഒരു കോളേജ് ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അതിൽ പെൺകുട്ടികൾ, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്വഭാവ വൈകല്യം അവിടെ നിന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ തോറ്റു. 8ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ 8ാം ക്ലാസ്സിൽ വീണ്ടും ഇരുന്നു. 9ഉം 10ഉം കഴിഞ്ഞു. 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ്സിൽ വീണ്ടും എനിക്ക് എൻ്റെ അച്ഛനോടൊരു വെറുപ്പ് തോന്നേണ്ട ഒരു കണ്ടീഷൻ വന്നു. ഞാൻ 10ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ സ്കൂട്ടർ മേടിച്ചു തരാമെന്ന് ആ സമയത്ത്. കാരണം ഞാൻ സ്കൂട്ടർ ഓടിക്കും. അന്ന് സ്കൂളിലൊക്കെ പിള്ളേര്, വലിയ മുതലാളിമാരുടെ പിള്ളേരൊക്കെ സ്കൂട്ടറും കൊണ്ട് വന്നിട്ടൊക്കെ ഓടിച്ച് പഠിച്ചു. അത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനറിയാം. അങ്ങനെ എനിക്കൊരു ഓഫർ തോന്നുന്നു, 10ാം ക്ലാസ് ഇത്ര ശതമാനം മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ സ്കൂട്ടർ മേടിച്ചു. അന്നൊക്കെ 10,000 രൂപയോ 8,000 10,000 ഒക്കെ ഉള്ളു ബജാജ് ചേതക്ക് വന്ന സ്കൂട്ടറിന്. അത് ഞാൻ 88 89 കാലഘട്ടങ്ങളാണ് പറയുന്നത്. അവസാനം ഞാൻ ആ മാർക്ക് മേടിച്ച് പാസ്സായപ്പോൾ അച്ഛൻ കൈയൊഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ 18 വയസ്സാവണം, എന്നാലാണ് ലൈസൻസ് എടുക്കുള്ളൂ, അന്ന് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വാശി വീണ്ടും തുടങ്ങി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ തന്നെ തൊട്ട് ഞാൻ ബീറും അത്യാവശ്യം വേണ്ട ഇതൊക്കെ കഴിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് കോളേജിൽ പോയി. അത് കഴിഞ്ഞ് ഒരു കോഴ്സ് 2-3 കോഴ്സ് വേറെ കമ്പ്യൂട്ടർ ഡിപ്ലോമയ്ക്ക് ചേർന്നു. അവിടെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി, മദ്യപാന സുഹൃത്തിനെ കിട്ടി. അങ്ങനെ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ബാറ് കഴിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ പോയിരിക്കുന്ന ഒരു കണ്ടീഷനെത്തി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എനിക്ക് ജോലി കിട്ടി. അത് സെലക്ഷനായിട്ട് കിട്ടിയതാണ് ജോലി. അപ്പം അന്ന് അവിടെ വലിയൊരു കമ്പനിയാണ്. അതിൽ സബ് കോൺട്രാക്ടേഴ്സും മറ്റുള്ള കാര്യങ്ങളും അവർ അവർക്ക് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ സൽക്കരിക്കും. അങ്ങനെ ബാറായിട്ടുള്ള ബാറുകളിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഞാൻ സ്വയം കുടിക്കാൻ തുടങ്ങി. മെല്ലെ 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 മദ്യപാനം അല്ലെങ്കിൽ മദ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴൊന്നും എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ശരിക്കും. വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നു, അവിടെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒക്കെ കുടുംബത്തോടൊപ്പോ ഒക്കെ ചിലപ്പോൾ പോവാം. അങ്ങനെ എനിക്ക് എൻ്റെ മദ്യപാനം നല്ല ഒരു 25 വയസ്സാകുമ്പോഴേക്കും ഞാൻ തികഞ്ഞ മദ്യപാനിയായി. ഏകദേശം പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര. എന്താ പറയുക, വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ അച്ഛൻ ആ സമയത്ത് വിദേശത്ത് നിന്ന് വന്നു. അച്ഛനും മദ്യപിക്കാൻ തുടങ്ങി. അച്ഛൻ നമ്മുടെ ബിഗ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ
നീണ്ട ആള് മദ്യപാനിയായിരുന്നു, മദ്യാസക്തനായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വയം നിർത്തി. നീണ്ട 26 വർഷം നിർത്തി. 60ാമത്തെ വയസ്സിൽ കുടിക്കുന്നു പറഞ്ഞു. 60ാമത്തെ വയസ്സിൽ കുടിച്ചു. നിങ്ങൾ ബിഗ് ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു ബിസിനസ്സുകാരൻ തൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടി നിർത്തണം, ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കണം എന്ന് കരുതി ലാസ്റ്റ് കുടി നിർത്തി. അവസാനം വിജയങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു വന്നപ്പോൾ ഒന്ന് വീണ്ടും മദ്യപാനത്തിലേക്ക് വരികയും പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോയി. അതേ കഥ തന്നെ എൻ്റെ അച്ഛനും. പുള്ളി 60 വയസ്സിൽ തുടങ്ങി, 63ാമത്തെ വയസ്സിൽ പാരലൈസായി, 65ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പൊ ഞാനും അച്ഛനും തമ്മിൽ മിണ്ടാത്ത ഒരു അവസ്ഥ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല, അങ്ങനെ ഉള്ള ഒരു അവസ്ഥ. എൻ്റെ മദ്യപാനം, അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിനോട് ചോദിച്ചു, മദ്യപിക്കുമോ ചോദിച്ചു. കുറേശ്ശെ മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും മദ്യപിക്കും, കുറേശ്ശെ മദ്യപിക്കും. കാരണം അവരുടെ അച്ഛൻ മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിലില്ല, 1.5 പെഗ് കഴിക്കുന്ന ഒരാളാണ് ഡെയിലി. അത് വർഷങ്ങളായിട്ടുണ്ട്, ഇപ്പോഴും 1.5 പെഗ് തന്നെ കഴിക്കുകയുള്ളു. പക്ഷെ ഞാൻ അപ്പോൾ എൻ്റെ വൈഫ് വിചാരിച്ചു അച്ഛനെ പോലെ ആയിരിക്കും വിചാരിച്ചു. പക്ഷേ കുറച്ച് നമ്മളെ നീളുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ രീതിയിലേക്ക് തുടങ്ങി, മദ്യപാനം തുടങ്ങി. മൂത്തത് ഒരു കുട്ടി, മോളുണ്ടായി. അത് കഴിഞ്ഞ് മകനുണ്ടായി. മദ്യപാനം, മകനെ പ്രസവിക്കുന്ന ആ സമയത്തൊക്കെ അതിരൂക്ഷമായിട്ടുള്ള മദ്യപാനം. ശരിക്കും ഒരു ഓർമ്മയില്ലാത്ത കാലത്തൊട്ട് വൈകുന്നേരം വരെ മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അത്യാവശ്യം ഒരു വലിയൊരു സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ള കാരണം ഒരുപാട് വർക്കുകൾ എനിക്ക് കിട്ടി. അത്യാവശ്യം കാശ് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതിനൊപ്പം മദ്യപാനം കൂടി, ടൂറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്തിനു പറയണു, വൈഫ് പ്രശ്നങ്ങൾ തുടങ്ങി, വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ മദ്യപാനം നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി, അവൾ സൈക്കോളജിസ്റ്റ് ആണ്. ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേട്ടാ, അപ്പൊ ഈ നിരന്തരം മദ്യപാനം നിർത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ ബന്ധുക്കളിൽ നിന്നും, എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായി. ഭാര്യയുടെ അച്ഛൻ എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് നിർത്തണമെന്നോ കുടി നിർത്തണമെന്നോ നീ പ്രശ്നക്കാരനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പലപ്പോഴും എനിക്ക് കുടി നിർത്താനുള്ള ആഗ്രഹമല്ല, കുടി കുറയ്ക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. മറ്റുള്ളവരെ പോലെ നിയന്ത്രിച്ച് കുടിക്കണം. അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി, ഒരു രക്ഷയില്ല. അങ്ങനെ ഈ കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഒരു കൗൺസിലിംഗ് സെന്റർ ആണ്, ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതായത് അവളുടെ അച്ഛൻ മദ്യപിക്കും. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ ആദ്യം നിന്റെ ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടാ. ഞാനൊരു ഞായറാഴ്ച ദിവസം മദ്യപിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കുപ്പിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ്, അന്ന് ബീവറേജ് ഉണ്ട്, ബീവറേജിൽ നിന്ന് ഒരു കുപ്പി വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി വന്ന് എന്നോട് പറയുന്നത്. അത് ശരിക്കും പറയാൻ കാരണം എൻ്റെ വൈഫ് അവളോട് പറഞ്ഞതാണ്, ഇങ്ങനെ മദ്യപിക്കുന്നുണ്ട്, ഒരു ലഘുലകലില്ലാണ്ട് പോകുന്നത്, രാത്രിക്കൊക്കെയാണ് കയറി വരുന്നത്, എന്താ ചെയ്യാന്നുള്ളത് ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പൊ ആ കുട്ടീനോട് വന്ന് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ മദ്യപാനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ തന്തേനെ നേരിയാക്കും നീ എന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്നൊക്കെ 4ാമത്തെ പടിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ 8ാം പടിയൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും എന്നെ ശരിക്കും വല്ലാതെ അലട്ടിയുള്ള സംഭവമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, അതിനുള്ള വല്ല മരുന്ന് തന്നെ വല്ല ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് എന്നെ വിട്ടു. 2013 മറ്റാണ്, 2013. വിട്ടു. ഞാൻ അയാളെ കണ്ടു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത്, അയാൾ 1 മണിക്കൂർ നേരം എന്നെ കേട്ടിരുന്നു.
ആൽക്കോളിക്സ് അനോണിമസിന്റെ ഇതില് പ്രവർത്തിക്കുന്നത് ശരിക്ക് മറ്റുള്ളവരെ നമ്മൾ കേൾക്കുമ്പോഴാണ്. എന്നെ ഇതുവരെ ശരിക്കൊരു മദ്യാസക്തം എന്നുള്ള ലെവലില് ഒരാളും എന്നെ കേട്ടില്ല. എല്ലാവരും നീ ഒന്നും പറയണ്ട. എൻ്റെ ജ്യേഷ്ഠനോട് ഞാനൊരു കാര്യം പറയുമ്പോൾ നീ ഒന്നും പറയണ്ട, നീ വലിയ വർത്താനം പറയണ്ട. എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ. എൻ്റെ അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ദേഷ്യം മിണ്ടാണ്ട് പൊക്കോളൂ നീ. എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ കൂട്ടുകാർ ഞങ്ങൾ കഴിക്കണ്ടല്ലോ നിന്നെ പോലെ അല്ലല്ലോ. അപ്പൊ ഈ 100 കൂട്ടം പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഒരാള് എന്നെ പോലത്തെ ഒരു മദ്യാസക്തനെ എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായപ്പോൾ തന്നെയാണ് അയാൾ 1 മണിക്കൂർ നേരം കൊണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒരു സത്യം നിന്നോട് പറയട്ടെ എന്ന് ചോദിച്ചു ഈ സൈക്കോളജിസ്റ്റ്. അപ്പോ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഇത് ഒരു മദ്യാസക്തി ഒരു രോഗമാണ്. ആദ്യമായി ഞാൻ തിരിച്ചറിഞ്ഞത് അവിടുന്ന് മദ്യാസക്തി രോഗമാണ്, ഇത് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വല്ല ഗുളിക തന്നിട്ട് എനിക്ക് നിയന്ത്രിച്ച് മദ്യപിക്കാൻ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറ്റില്ല സുഹൃത്തെ, നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ആൽക്കോളിക്സ് അനോണിമസ് എന്നാണ് പേര്. എനിക്ക് അന്ന് ഒന്നും മനസ്സിലായില്ല. ഇതിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് ആ മീറ്റിങ്ങിനൊന്ന് കയറിക്കോ. അപ്പൊ ഞാൻ വലിയ ഇതിൽ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും കയറാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ ആ സമയത്ത് 4 മണി ആയിട്ടുള്ളൂ, 6:30-ക്കാണ് മീറ്റിംഗ്. ഞാൻ 5 മണി വരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എന്നെ അടുത്തൊരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് തൃശ്ശൂര് JP ബാർ എന്ന് പറഞ്ഞ ഏറ്റവും മോശകരമായിട്ടുള്ള, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു ബാറ്, ആ ബാറിലേക്ക് എന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അതൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു 6:30-ക്ക് പങ്കെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്ഷമ കിട്ടിയില്ല. നേരെ അവിടെ പോയി മദ്യപിച്ചു. അവിടുത്തെ ഒരു 3 ദിവസം ഏകദേശം ഒരു 3 ദിവസം മദ്യപിച്ചു. അടുത്ത തിങ്കളാഴ്ചയായിരുന്നു ഈ മീറ്റിംഗ്. പക്ഷെ അന്ന് ഞാൻ പങ്കെടുത്തില്ല. വ്യാഴാഴ്ച പങ്കെടുത്തു. വ്യാഴാഴ്ച വരെ മദ്യപിച്ചു. വ്യാഴാഴ്ച ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് നീ ഒന്ന് പോയി നോക്കി നോക്കുക എന്ന് പറഞ്ഞു. അവിടെ പോയി ഞാൻ ഒരു മെമ്പറെ പരിചയപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മീറ്റിങ്ങിന് കയറി. യഥാർത്ഥത്തില് ഞാനൊരു മാസം കുടിച്ചില്ല. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊത്ത് ടൂർ പോകും. അന്ന് അവിടുന്ന് പറയുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ വഴുക്കുള്ള വഴി, അല്ലെങ്കിൽ പഴയ നമ്മുടെ മദ്യപാന സുഹൃത്തുക്കള്, ബാറ്, ബീവറേജ്, കുപ്പി, ഇതൊക്കെ പറയും. അതൊന്നും പരമാവധി അതൊന്ന് കൊഴിഞ്ഞു നിൽക്കുക എന്ന് പറയും. വഴുക്കിലുള്ള വഴി, അതായത് ഈ കൂട്ടുകാർ ഞാൻ അവിടെ തന്നെ ഷെയർ ചെയ്തു, ഞാൻ അടുത്ത ആഴ്ച ടൂറ് പോവാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞ് പഴമക്കാർ പറഞ്ഞു മധു നീ ആരുടെ കൂടെ ടൂറ് പോകണം? ഞാൻ പഴയ കൂട്ടുകാരുടെ ഒപ്പം. പ്രശ്നമാണ്? ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ വിചാരിച്ച എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയും. അങ്ങനെ ഈ കുമരകം, കോട്ടയം അടുത്തുള്ള കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൗസ് ബോട്ടിങ്, അതിനാണ് പോയത്. ഞാൻ ഇവര് ഒരു ട്രാവലർ വിളിച്ചു, 10-15 ആൾക്കാരുണ്ട്, ഇവിടുന്ന് പോകുന്നു. ഞാനാണ് കുടിക്കാതെ ഫ്രണ്ടിലിരിക്കുന്നു. ഇവര് കുടിച്ച് കുറച്ച് കയറിയപ്പോ അല്ലെങ്കിൽ ഒന്ന് ഇതായപ്പോ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഇടാ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ബലം പിടിച്ചിരുന്നു. അവിടെ പോയി അപ്പോൾ ഒരാൾ, അവിടുത്തെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കുടിക്കുന്നില്ല. അപ്പൊ അയാളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അവിടെ. പക്ഷെ എൻ്റെ ഉള്ളിലെ ഒരു സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഗൾഫിൻ്റെ കുപ്പി, ആ കുപ്പിയിലെ ബ്രാൻഡുകൾ അടക്കം അവർ പറഞ്ഞ് കളിക്കടാ, വേണമെങ്കിൽ കഴിച്ചാൽ അത് കഴിയടാ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ ഹൗസ് ബോട്ടിലെത്തിയപ്പോൾ അന്ന് ഞാൻ പുകവലിക്കും നന്നായിട്ട്. അപ്പോൾ മദ്യപാനം നിർത്തിയപ്പോൾ പുകവലി കൂടി. അപ്പോൾ അവസാനം ഹൗസ് ബോട്ടിലെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കഴിഞ്ഞു. അവനെ
ട്രാവലറിന്റെ ഡ്രൈവറോട് പോയി ബീഡിയാണ് വലിക്കുന്നത്, ബീഡി കത്തിച്ചു. അങ്ങനെ ഇരിക്കണ സമയത്ത് ഒരുത്തൻ കൂട്ടത്തിലൊരുത്തൻ, ഹൗസ് ബോട്ടാണ് കൂട്ടത്തിൽ ഇതായി, അവൻ എന്താ പറയാ ഫിറ്റായി. അവനെ എടുത്ത് കിടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് പോയപ്പോൾ ഒരുത്തൻ ഒഴിച്ചു മദ്യം ഞാൻ ഓടിപ്പോയി കുടിച്ചു. അതായത് മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണെന്നും ഞാനന്ന് വിചാരിച്ചില്ല. കോട്ടയത്ത് റൂം എടുത്തു. അന്ന് അവിടെ രാത്രി വീണ്ടും കുടിച്ചു. പിറ്റത്തെ ദിവസം വളരെ അവശനിലയായി വാഗമണ്ണ് പോയി. വാഗമണ്ണിൽ നിന്ന് തിരിച്ച് എന്നെ ഇവിടെ വീട്ടിലെ ഒരു തെങ്ങിന്റെ മുകളിൽ പിടിപ്പിച്ച് നിർത്തിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പോയി. ആദ്യത്തെ റിലാപ്സ്. പിന്നെ ഞാൻ നിലനിൽക്കാൻ ആൽക്കോളിക്സ് അനോണിമസിൽ 2.5 കൊല്ലം എടുത്തു. 2.5 കൊല്ലമായിരുന്നു. വീണ്ടും വീണ്ടും വരും. ആൽക്കോളിക്സ് അനോണിമസ് വിട്ടില്ല. വീണ്ടും വരും, വീണ്ടും കുടിക്കും, വീണ്ടും വരും, വീണ്ടും കുടിക്കും. എന്താണ് ഇതിന് കാരണം? യഥാർത്ഥത്തില് ഈ വിഷയം തന്നെയാണ്. അതായത് ആ വലിയ ശക്തി എന്നൊരാശയം, അല്ലെങ്കിൽ വലിയ ശക്തിയോടുള്ള മാർഗനിർദ്ദേശം എനിക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഞാനത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനെങ്കിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനെങ്കിലും. പലരും പറയാറുണ്ട്, ചിലപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബിഗ് ബുക്ക് ആയിരിക്കാം. കാരണം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പല പഴമക്കാരും പറയാറുണ്ട്, ഇതില് ഈ ഒരു ആൽക്കോളിക്സ് അനോണിമസ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് അറിയണമെങ്കിൽ ഒരു ദൈവാനുഗ്രഹം വേണം, അതിലെത്തിപ്പെടാൻ ഒരു ദൈവാനുഗ്രഹം വേണം, അതിൽ നിലനിന്ന് പോകാൻ ദൈവാനുഗ്രഹം വേണം എന്നൊക്കെ പണ്ടൊക്കെ ഞാൻ പുച്ഛിച്ചിരുന്നു. ശരി, എന്ത് ദൈവാനുഗ്രഹം? അപ്പം പിന്നെ ഞാൻ എൻ്റെ ഇച്ഛ, അതായത് സ്വേച്ഛ, ഇച്ഛകളെക്കാളും വലിയ സ്വേച്ഛ എന്ന് പറയും, അഹങ്കാരം. ഞാൻ വിചാരിച്ചാൽ ഇത് നിർത്താൻ പറ്റും. ഇതായിരുന്നു എൻ്റെ ഒരു ഇത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. യഥാർത്ഥത്തില് ആ ഒരു വലിയ ശക്തിയുടെ ആ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിർത്താൻ കഴിയുള്ളൂ. യാതൊരു സംശയവുമില്ല. ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, ഈ ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, എൻ്റെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട്, ഹൈവേന്ന് ഒരു 3/4 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ബൈക്കുമ്മേലും കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഹൈവേ എനിക്ക് വേണ്ടി തുറന്നു തരണം. അവിടെ ഒരു വണ്ടികളും ഇല്ലാതിരിക്കണം. ക്രോസ് ചെയ്യുമ്പോൾ, ഒരു ജംഗ്ഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി വണ്ടികളൊന്നും ഇല്ലാതെ നിൽക്കണം. അതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ എൻ്റെ വൈഫും ഞാനും കൂടിയിട്ട് ചിലപ്പോൾ ബൈക്കുമ്പോൾ പോണ സമയത്ത് അവിടെ വരുമ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു ഹൈവേയിൽ വണ്ടികളില്ലാതെ നിൽക്കണം ചില സമയത്ത്. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വലിയ ശക്തിയോ ആലോചിക്കും. മറ്റേതല്ല, ഞാൻ കേമൻ, നമ്മുടെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന പറയുന്നുണ്ട്, ഞാനല്ല യജമാനൻ. ഇതെനിക്ക് പലപ്പോഴും കഴിയില്ല. ഇപ്പം ഞാൻ പലപ്പോഴും എൻ്റെ വിജയങ്ങൾക്കൊക്കെ കാരണം ഞാനാണെന്ന് വിചാരിക്കും, എൻ്റെ പരാജയങ്ങളും മറ്റുള്ളവരും. യഥാർത്ഥത്തിൽ ആൽക്കോളിക്സ് അനോണിമസ് പറയുന്ന ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് അറിയാം, ഈ ഗ്രൂപ്പിനെ വലിയ ശക്തിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിനെ വലിയ ശക്തിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബിഗ് ബുക്കിനെ വലിയ ശക്തിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കല്പത്തിലുള്ളൊരു ദൈവം ഇതിനെ വലിയ ശക്തിയായിട്ട് എടുക്കാം. പക്ഷെ എനിക്ക് സമീപകാലത്ത് മാത്രമാണ്, ഞാൻ ഇപ്പോൾ മദ്യപിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചാൽ 11 വർഷവും 11 മാസവും 19 ദിവസവും, അതായത് ഈ 20-ാം തീയതി വന്നു കഴിഞ്ഞാൽ 12 വർഷം തികയും. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയിലുള്ളത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, മധു, നീ 3 കാര്യത്തിന് നന്ദി പറയും. ഞാനത് എന്നും ആലോചിക്കുന്ന സംഭവമാണ്. ഒന്ന്, ഞാൻ ജീവനോടുണ്ട്, നന്ദി ദൈവമേ. ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല, നന്ദി ദൈവമേ. ഇന്ന് ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ഭാഗമാണ്, നന്ദി ദൈവം. ഈ 3 കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ ഭാഗ്യവാനാണ്. ശരിക്കും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് ഭാഗ്യവാനാണ്. രുചികരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഭാഗ്യവാനാണ്. മാരകമായിട്ടുള്ള രോഗങ്ങളില്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. മാരകമായിട്ടുള്ള രോഗങ്ങളില്ലെങ്കിൽ ഞാൻ ഭാഗ്യവാൻ.
പക്ഷെ ഞാൻ വീണ്ടും എന്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്തിനോ വേണ്ടി ഞാൻ സ്വപ്നം കാണുന്നു, എന്തിനോ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ആൽക്കോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിക്കുന്നത് തന്നെ സ്വസ്ഥമായിട്ടൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ഒരു വലിയ ശക്തിയുടെ ഒരു കടാക്ഷം ഇല്ലാണ്ട് ശരിയാവില്ല എന്നുള്ളത് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട് ദൈവം. ഞാൻ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ട് 3.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്പോൺസറെ തിരഞ്ഞെടുത്തത്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം. 3.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സ്പോൺസറെ. കാരണം എൻ്റെ അഹങ്കാരം തന്നെയാണ്. എന്നേക്കാൾ വലിയൊരാളോ എന്നുള്ളൊരു ചിന്ത എൻ്റെ അതായത് ഞാൻ തുടക്കകാലത്തുണ്ടായിരുന്നു. എന്നേക്കാൾ വലിയൊരാള്, അല്ലെങ്കിൽ അയാളോട് ഞാൻ കാര്യങ്ങൾ തുറന്നു പറയണം, അല്ല അങ്ങനെയുള്ളൊരു വാശിയും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് വന്ന പല ആളുകളും എന്നോട് പറഞ്ഞു, മധു, ഒരു സ്പോൺസർ വേണം, നീ പ്രോഗ്രാം ചെയ്യണ്ടെങ്കിൽ ഒരു സ്പോൺസർ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, താങ്കൾക്ക് എൻ്റെ സ്പോൺസർ ആവാൻ കഴിയുമോ? അവിടെയാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ ഏറ്റവും വലിയൊരു സത്യസന്ധത കിടക്കുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ അതിനുള്ള യോഗ്യതയില്ല. അദ്ദേഹം ഒരുപാട് വർഷമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താണ് കാരണം? നമ്മൾ തമ്മിൽ സ്ഥിരമായിട്ട് കണ്ടുമുട്ടുന്നു, നമ്മൾ തമ്മിൽ സ്ഥിരമായിട്ട് കാണുന്നു, എൻ്റെ പല കാര്യങ്ങളും താങ്കൾക്കറിയാം. അപ്പൊ അത് താങ്കളല്ലേ ഏറ്റവും, കാരണം എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ, ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യം, ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല ശരിക്കും, എനിക്കൊരു സ്പോൺസർ ഇല്ല, ഞാൻ പ്രോഗ്രാം പിന്നെ എങ്ങനെ മധുവിനെ ഞാൻ ഒരു സ്പോൺസർ ആവുക? നീ നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഉള്ള അല്ലെങ്കിൽ നല്ലൊരാളെ തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് കൃത്യം ഒരു 2 വർഷം, ആ തുടക്കകാലത്തൊക്കെ ഞാൻ എടുത്തില്ല, കൃത്യം 2 വർഷം കഴിഞ്ഞതിന് ശേഷം കൊച്ചിൻ കൺവെൻഷനിൽ വെച്ചിട്ടാണ് ഇതേ ആള് തന്നെ എൻ്റെ സുഹൃത്ത് എനിക്ക് ഒരു സ്പോൺസറെ കാണിച്ചു തന്നത്. ഇദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്ക് പരിചയം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അയാളിൻ്റെ സ്പോൺസർ ആവാൻ അല്ലെങ്കിൽ അദ്ദേഹം പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങേര് പറഞ്ഞ നിർദ്ദേശത്തിന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ എൻ്റെ സ്പോൺസർ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സ്പോൺസർ വേണം, അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് ആവാൻ കഴിയും, അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. എനിക്ക് ശരിക്കും പറയാൻ കിട്ടില്ല, എന്നാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോ പുള്ളി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മധു പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ബിഗ് ബുക്കും? സത്യം പറയുകയാണെങ്കിൽ ഞാൻ വായിക്കാറില്ല, പക്ഷെ ഞാൻ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബിഗ് ബുക്ക് ഞാൻ വായിക്കും, പ്രതിദിന മനനം വായിക്കും, സുബോധ ജീവിതം വായിക്കും, എല്ലാം വായിക്കും, എല്ലാം ബുക്കുണ്ട്, പക്ഷെ ഞാൻ നുണ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വായിക്കണം, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടാവില്ല, വായിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ മൂപ്പര് പിന്നീട് പറയുന്നത് ഈ വലിയ ശക്തി എന്നാണ്. എനിക്കാണെന്നുവെച്ചാൽ ആ വലിയ ശക്തി 3.5 വർഷത്തിനുള്ളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും നേട്ടമുണ്ടായില്ല. ഞാൻ താഴത്തേക്കാണ് പോയിരുന്നത് ശരിക്കും. 3.5 വർഷം കുടിക്കാത്തൊരു കുടിയൻ, വളരെ മോശമായിട്ടുള്ള സ്വഭാവം. ഞാൻ 3.5 വർഷമായിട്ട് കുടിക്കുന്നില്ല. ആ സമയത്ത് അങ്ങനെയായിരുന്നു. എൻ്റെ ഭാര്യയായിട്ട് നിരന്തരം സംഘർഷം, കുട്ടികളെ പിടിച്ച് തല്ലും, അമ്മേനെ തെറി പറയും, എൻ്റെ ജ്യേഷ്ഠന്മാരോട് പറയും ഇങ്ങോട്ട് കിടക്കണ്ടെന്ന് പറയും. ഞാൻ കുടിക്കുന്നില്ല, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഇല്ല. ഞാൻ സാമ്പത്തികമായിട്ട് തകർന്നു. എനിക്ക് കുടിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കോൺട്രാക്ട് വർക്കുകളൊന്നും കുടി നിർത്തിയപ്പോൾ ഇല്ല. എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു എനിക്ക്. അവരെന്നെ പാര വയ്ക്കാൻ തുടങ്ങി. ആരെങ്കിലും ചോദിക്കും, മധുവിന് വർക്ക് കൊടുത്ത എങ്ങനെയുണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, എന്നാലും നോക്കിയിട്ട് മതി. അപ്പോൾ എനിക്ക് വർക്ക് കിട്ടാണ്ടായി. കുടി നിർത്തിയപ്പോൾ എനിക്ക് വർക്ക് കിട്ടാണ്ടായി. കുടിക്കുമ്പോൾ ഒരുപാട് വർക്കുകളായിരുന്നു, ഒരുപാട് സ്റ്റാഫുകളും മറ്റുള്ള കാര്യങ്ങളുള്ള കാരണം ഞാൻ കുടിച്ച് കിടന്നാലും കുഴപ്പമില്ല, അങ്ങനെ കുറേയൊക്കെ നടന്നു. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടിക്കാത്തൊരു കുടിയനായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ആൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടിച്ചൊരു ഭാഗത്ത് കെടുക്കരുത് പിന്നെ ഭേദം. എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ ഭാര്യയും പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ഭയന്നിട്ട്, അതായത് ഞാൻ കുടിക്കണ സമയത്താണെന്നുവെച്ചെങ്കിൽ എന്തെങ്കിലും തെറി പറയുമ്പോൾ അവർ ക്ഷമിക്കും. പക്ഷെ കുടിക്കാത്ത സമയത്ത് പലപ്പോഴും പറയുമ്പോൾ അവർക്ക്, എൻ്റെ അമ്മയൊക്കെ പലപ്പോഴും ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ സ്പോൺസറെ കിട്ടിയപ്പോൾ സ്പോൺസർ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ബിഗ് ബുക്കിലെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതിലെ ദൈവം എന്ന മനുഷ്യ ശക്തിക്ക് ഒരു ABC എന്ന് പറയുന്ന, ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. B, ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുവാൻ മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. C, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇത് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. ഇത് ബോധ്യപ്പെട്ടാൽ, ഈ 3 കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇത് ബോധ്യപ്പെട്ടാൽ എന്ന് തുടങ്ങിയിട്ട് അടുത്ത പേജിൽ അവസാനിപ്പിക്കുന്ന, അത് ഭാര്യ, സുഹൃത്ത്, അതുവരെ 1 വീതം 3 നേരം വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിക്കാറില്ല ശരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇത് വായിക്കും മധു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്ത് ഗുളികയാണോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുളിക തന്നെയാണ് ശരിക്കും. നമ്മുടെ രോഗത്തെ ശമിപ്പിക്കാൻ, ഇതിൽ പറയുന്നില്ലേ, നമ്മുടെ രോഗത്തെ ശമിപ്പിക്കാൻ ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ദൈവത്തെ തേടി എങ്ങനെ ദൈവത്തെ തേടും? അപ്പൊ നിരന്തരമായിട്ടൊരു പ്രാർത്ഥന, ശരിക്ക് നമ്മുടെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി എന്ന് പറയുന്നത്, ആ പ്രാർത്ഥന എന്നോട് ദിവസം ഉരുവിടാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുക. ഒരു വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ സത്യം പറയുമ്പോൾ എനിക്ക് എന്താ പറയാ, ചില സമയത്ത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ? അതായിരുന്നു എൻ്റെ ചിന്ത. പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ? അല്ലെങ്കിൽ ഞാൻ ഈ നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രശാന്തതയുടെ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഭയങ്കരമായിരുന്നു എനിക്ക്. പക്ഷെ ക്രമേണ അത് മനസ്സിലേക്ക് ഉരുവിട്ട് വരുമ്പോൾ അതൊരു പ്രാർത്ഥന ശരിയാണ്. അത് കഴിഞ്ഞ് അങ്ങയുടെ ഇഷ്ടം നടക്കണമേ, എൻ്റെ അല്ല അങ്ങയുടെ ഇഷ്ടം. അതിങ്ങനെ എൻ്റെ അല്ല അങ്ങയുടെ ഇഷ്ടം. നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കില്ലേ കുട്ടികൾ, അതേപോലെ കുട്ടികളല്ല, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉരുവിട യഥാർത്ഥത്തിൽ മെല്ലെ എന്നിലേക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഒഴുകി വന്നു എന്ന് പറയില്ലേ, അത് വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പണ്ട് വിചാരിച്ച, എന്താ പറയാ, ഞാൻ വരുമ്പോൾ വഴിമാറണം, മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞ മാതിരി വഴിമാറണം, എൻ്റെ തടസ്സങ്ങളൊന്നും എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ മുമ്പിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മൾ പറയുന്ന അരിച്ചരിച്ചിറങ്ങി എന്ന് പറയും, അരിച്ചരിച്ചിറങ്ങി, മെല്ലെ ഇറങ്ങി ആ ദൈവമെന്ന ആശയം. ഞാനൊരിക്കൽ കുടീര പക്കത്തെത്തിയതാ ശരിക്കും. അത് കൃത്യം 4 വർഷമായപ്പോ എൻ്റെ ഭാര്യയുടെ ആങ്ങള, അതായത് എൻ്റെ അളിയൻ്റെ ഭാര്യ പ്രസവിച്ചു. അത് എന്നോട് പറഞ്ഞില്ല. എനിക്ക് സ്പോൺസർ ഉണ്ട്, എന്നോട് പറഞ്ഞില്ല. ഭാര്യ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് എൻ്റെ കണ്ണെന്ന വിളിക്കുകയാണ്, കണ്ണൻ്റെ ഭാര്യ പ്രസവിച്ചു, ഞാൻ അച്ഛനും അമ്മയും പോകുന്നുണ്ട്, അവരെ കൂടെ പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പൊക്കോ പറഞ്ഞു. അപ്പോൾ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല, അളിയൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അവനാണ് മണ്ടൻ, അവന് പറയാൻ കഴിയില്ലല്ലോ, നിന്റെ തന്തയ്ക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. നിന്റെ തന്തയ്ക്ക് പറഞ്ഞു, അവൻ മണ്ടൻ, നിന്റെ അമ്മ മണ്ടി, നിന്റെ തന്തയ്ക്ക് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, നിന്റെ തന്തയ്ക്ക് പറഞ്ഞൂടെ? ഞാൻ ഏകദേശം ഒരു 4 കൊല്ലമായിട്ടുണ്ട് ആൽക്കോളിക്സ് അനോണിമസിൽ കുടിക്കാതിരിക്കുന്നു. 4 കൊല്ലമായിട്ടുണ്ട്. സ്പോൺസർ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഒരു വാർഷികത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച നിൽക്കുന്ന സമയത്താണ് ഈ തല്ലൂട്ടം. വൈഫ് തന്തയ്ക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈഫിന്റെ കൺട്രോൾ പോയി. എൻ്റെ അമ്മ അവിടെ സാക്ഷിയായിട്ടുണ്ട്, അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഈ സംഭവം. വൈഫ് പോയിട്ട് നേരെ ഇപ്പോൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പാൻറ്റും ഷർട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. വൈഫ് പോയി നേരെ പോയി സാരി മാറിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മീറ്റിങ്ങിന് ഞാൻ വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നീ വരാത്തത്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വഴക്ക്, ഗംഭീര വഴക്കായി, തെറിയായി, പ്രശ്നങ്ങളായി. അവള്, അതായത് എൻ്റെ ഭാര്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞാനും പോയി ഡ്രസ്സ് മാറി ഒരു കള്ളിമുണ്ടെടുത്ത് കാവിമുണ്ടെടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിൽ ബാറുണ്ട്, ബാറിലേക്ക് പോയി. അവിടെ പോയി ഹൈവേ ആണ്, ഹൈവേ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ, അതായത് ബാറിൻ്റെ അവിടേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കണ ഒരു ക്ഷണികത്തിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എൻ്റെ ടോക്കണിൻ്റെ പിന്നിൽ എഴുതിയതാണ്. ഓൾ യുവർ സ്പോൺസർ ബിഫോർ നോട്ട് ആഫ്റ്റർ. അതായത് കുടിക്കുന്നതിന് മുമ്പ് വിളിക്കണം, കുടിച്ചതിന് ശേഷമല്ല. ഞാനൊരു സ്പോൺസറെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ പോക്കറ്റിലിട്ട് രണ്ടാമതും കിക്കർ സ്റ്റാർട്ട് ചെയ്ത് നിന്ന് ഒന്നും കൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഒന്നും കൂടി വിളിച്ചു, പുള്ളി എടുത്തില്ല. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു വിളിച്ചു. അപ്പോൾ എന്താ മധു, ഞാൻ ബാംഗ്ലൂരാണ്, എന്താ പറ്റി, എന്താ പ്രശ്നം, 2 പ്രാവശ്യമായില്ല വിളിക്കുന്നു. ഞാൻ അങ്ങനെ ബാറിലേക്ക് വന്ന് കുടിക്കാൻ വേണ്ടി നോക്കാന്ന്. അതെ, തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീരുമാനിച്ചോ? അതുപോലെ അങ്ങനെ തീരുമാനിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞു. ഇതാണോ പ്രശ്നം? ഇത് നിസ്സാര പ്രശ്നമല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആ പ്രാർത്ഥന ഒരു 10 പ്രാവശ്യം ചൊല്ലൂ. എനിക്ക് അന്ന് ദഹിച്ചില്ലത്. പ്രാർത്ഥന അത് മാറ്റുവാൻ പറ്റാത്തവേ അല്ലേ ആ പ്രാർത്ഥന. അത് 10 പ്രാവശ്യം പ്രശാന്തിയോടെ പ്രാർത്ഥനയാണ്. പ്രശാന്തതയോടെ 10 പ്രാവശ്യം ചെല്ലുക, നേരെ പോവുക. നീ ഡ്രസ്സ് മറ്റേ മാറിയിട്ട് വൈഫിനെ അവിടെ നിർത്തുക, വാർഷികത്തിന് പോവുക, തൃശ്ശൂർ വാർഷികത്തിന് പോവുക. പറ്റുമെങ്കിൽ ചെയ്യേ, അത് തീരുമാനം നിന്റെയാണ്. ഞാൻ 10 പ്രാവശ്യം ചെല്ലിയില്ല, 1-2 പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കും എനിക്ക് ചെറിയൊരു മാർഗനിർദ്ദേശം ദൈവത്തിൽ നിന്ന് കിട്ടി. എനിക്ക് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കുറച്ചൊരു എന്താ പറയാ, നമ്മുടെ ഗോഡിന്റെ ഫുൾ ഫോം ഇല്ലേ, ഗുഡ് ഓർഡർലി ഡയറക്ഷൻ. ഗോഡ്, ആ ഒരു ഡയറക്ഷൻ, അത് തന്നെയാണ് ഇന്നത്തെ വിഷയം. അദ്ദേഹം, എൻ്റെ സ്പോൺസർ പറഞ്ഞു, നീ ആ 10 പ്രാവശ്യം പ്രാർത്ഥന, പ്രശാന്തതയുടെ പ്രാർത്ഥന ചെല്ലുക, അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക, ഡ്രസ്സ് മാറുക, നേരെ വാർഷികത്തിന് വിടുക. ഞാൻ കുടിച്ചില്ല. അത് ബാറിൻ്റെ അടുത്ത് വരെ വന്ന് ഞാൻ കുടിച്ചില്ല. പിന്നെ എനിക്ക് ഒരിക്കലും കുടിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ കുടിക്കാൻ തോന്നിയിട്ടുമില്ല. പിന്നെ ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നോട് സ്പോൺസർ വിളിച്ചു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരും, നീ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരണം പറഞ്ഞു. വന്നു. അദ്ദേഹത്തിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് മധു. നീ എന്നെ തട്ടി പോകേണ്ട ഒരാളാന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആൽക്കോളിക്സ് അനോണിമസ് ഉള്ള കാരണമാണ്. ദൈവം ആ ഒരു വലിയ ശക്തിയുടെ കരുണുള്ള കാരണമാണ്. പിന്നീട് ഞാൻ ഒരിക്കലും ഞാൻ പ്രോഗ്രാം ചെയ്തു, പടികൾ പ്രാക്ടീസ് ചെയ്തു. 4-ാം പടി, 5-ാം പടി, 6-ാം പടി, 7-ാം പടി, 8-ാം പടി. ഈ 6-ാം പടി, 7-ാം പടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പുകവലി നിർത്തിയത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് പുകവലി ഭയങ്കര പ്രശ്നം. ഞങ്ങൾ പല അതിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ, വയനാടൊക്കെ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പുള്ളി ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, അത് സിഗരറ്റ് വലിക്കില്ലേ ചോദിച്ചു. വലിക്കും. പോയി വലിച്ചോ? അല്ല, ഇത് ഒന്നും വേണ്ട, നീ വലിക്കണമെങ്കിൽ പോയി വലിച്ചോ, ഇതിനൊരു തടസ്സം വേണ്ട, നമ്മളൊരു തടസ്സം വേണ്ട എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു ഇതായി. ഇതിപ്പോ ഒരു വല്ലാത്ത
ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ഈ സിഗരറ്റ് വലി നിർത്തണമെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് നിർത്തണമെങ്കിൽ നീ നിർത്തും. അതിനാണ് നമ്മുടെ പടികൾ, 7 പടികൾ. നിന്റെ അപാകതകൾ മാറ്റുവാനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാവണം, പിന്നെ ദൈവത്തിനോട് വിനയപൂർവ്വം അപേക്ഷിക്കണം. ഞാൻ അത് ചെയ്തു. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നിർത്താൻ കഴിഞ്ഞു. 6 കൊല്ലം 6 മാസമായിട്ട് പുകവലിയിൽ നിന്ന് മാറി നിന്നു. ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഡെയിലി മീറ്റിംഗ്, ഒറ്റ ദിവസം പോലും മീറ്റിംഗ്. ഞായറാഴ്ച കഴിഞ്ഞ 2-3 ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച 2 മരണം, 1 കല്യാണം. അപ്പൊ അത് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എല്ലാ ദിവസം മീറ്റിങ്ങിനും പങ്കെടുക്കും. ഇന്ന് ഞങ്ങൾ 2 പഴമക്കാരുണ്ടായിരുന്നു. ആ ചില ഷെയറിംഗ് ഒക്കെ ഇന്ന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു 17 വർഷക്കാരുണ്ട്, 17 വർഷം 5 മാസമായിട്ട്. എനിക്ക് അറിയാം അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഒരു മീറ്റിംഗ് വെറുതെ ആവില്ല, കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളാണ്. ശരിക്കും ദൈവം എനിക്ക് പല നിർദ്ദേശങ്ങളും തരുന്നു. അപ്പൊ അത് ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന് വരുന്ന, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഉള്ള ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ വളരെ അന്തരമുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും, വളരെ അന്തരം. ഞാൻ ഈ അമ്പലങ്ങളിലൊന്നും ഇങ്ങനെ പോവാറില്ല. ഞാൻ വൈഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, നമുക്ക് ആ അമ്പലത്തിൽ പോകണം, ഈ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയും. ഞാൻ പോവാറില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോയാലും പ്രാർത്ഥിക്കാൻ വേറെ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ മാറ്റുവാൻ പറ്റാത്ത വേ സ്വീകരിക്കുക. എൻ്റെ വീട്ടിൽ പൂജാ റൂമുണ്ട്, എന്നും ഞാൻ വിളക്ക് കത്തിക്കുന്നില്ല. ഞാൻ ആ പൂജാ റൂം കണ്ട തന്നെ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പൂജാ റൂം കണ്ടത്. കാരണം എൻ്റെ ഒരു പഴമക്കാരനോട് പറഞ്ഞു, മധു ഒന്ന് വിളക്ക് വെക്കുക. അല്ല, നീ നിന്റെ പുള്ളി ക്രിസ്ത്യനാണ്. പുള്ളി പള്ളിയിൽ പോവാറുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞ, എന്ത് ദൈവം ചില സമയത്തൊന്നും നമ്മളെ കണ്ണ് മാറ്റുന്നു, അങ്ങനെ എന്താ പറയാ, കണ്ണില്ലാത്ത ദൈവങ്ങളാണോ എന്നൊക്കെ. അത് നമുക്ക് ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു പോയപ്പോ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ വീട്ടില് ഈ ഫോട്ടോ ഒക്കെ വെക്കണ സ്ഥലമുണ്ടോ, ദൈവത്തിന്റെ ഫോട്ടോ വെക്കണ സ്ഥലമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൂജാ റൂം തന്നെ ഉണ്ട്. എന്തുകൊണ്ട് നിനക്ക് അവിടെ ഒരു വിളക്ക് വെച്ചുകൂടാന്ന് അദ്ദേഹം ചോദിച്ചത്. എന്തുകൊണ്ട് നമുക്കൊരു വിളക്ക്, കുറച്ച് എണ്ണ ഇട്ടിട്ട് തിരിയിട്ടൊരു വിളക്ക് വെച്ചുകൂടാ, എന്നിട്ട് അത് നമ്മുടെ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ഈ സംഘർഷാവസ്ഥ നമ്മൾ ഓരോ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഒരുപാട് സംഘർഷാവസ്ഥ. ഞാനൊരു ഡിപ്രഷന് മരുന്ന് കഴിച്ചിരുന്ന ഒരാളാണ് ശരിക്കും. അതായത് ഓരോ ടെൻഷനും, അതുമാതിരി വർക്കിന്റെ കാര്യത്തിൽ ടെൻഷൻ ആലോചിച്ചിട്ട്, സാമ്പത്തികമായിട്ട് ടെൻഷൻ ആലോചിച്ചിട്ട്, ഓരോ പ്രതിസന്ധികൾ, വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഡിപ്രഷൻ വന്നിട്ട് ഞാൻ ഈ സൈക്കാട്രിസ്റ്റിനെ കണ്ടു. 2 നേരമുള്ള മരുന്ന് കഴിച്ച് അങ്ങനെ നടക്കണം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇത് അധികം കഴിക്കുന്നത് നല്ലതല്ല, അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ കാണിക്കണം, നമുക്ക് ഒരു 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മരുന്ന് കഴിച്ചെന്ന ഒരാളാണ്. ഇപ്പൊ മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല ശരിക്കും. കാരണം അതിനുള്ള മരുന്നാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ നിരന്തരമായിട്ടുള്ള ഷെയറിങ്ങുകൾ, മറ്റുള്ള ആളുകളുടെ ഷെയറിങ്ങുകൾ. നന്ദി പറച്ചില്, ഞാൻ ഇന്ന് ജീവനോടുണ്ട് എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് നന്ദി പറയാം. ഇപ്പൊ വൈഫിന് തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡാണ്. എന്നിട്ടത് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. ഒരു 10 കിലോ വൈഫ് കുറഞ്ഞു. ആകെ പേടിയായി. അപ്പോൾ അവർ പറഞ്ഞു, ക്യാൻസറിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, നടത്തണം എന്ന് പറഞ്ഞു. ക്യാൻസറിന്റെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമല ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെ പോയി ക്യാൻസർ വാർഡിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ അവിടുത്തെ രോഗികളൊക്കെ കണ്ടപ്പോൾ എൻ്റെ വൈഫിന്റെ ബോധം പോയി.
വൈഫ് എൻ്റെ കൈ പിടിച്ച് മുറുക്കി ഇങ്ങനെ പിടിച്ചിട്ട് പറയും എനിക്ക് പേടിയാവുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോൾ ചേട്ടാ എനിക്ക് ക്യാൻസർ ഉണ്ടാവുമോ? എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ കഴിഞ്ഞത്, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ പല സ്ഥലത്തും ദൈവവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് പറയാൻ തോന്നുന്നത്, നിന്റെ കൂടെയുണ്ട്, നീ ഒരു പേടിക്കണ്ട. 3 വർഷം മരുന്ന് കഴിച്ചു. ഇപ്പൊ ഒരു മരുന്നുമില്ല, ഒരു മരുന്നും ഭാര്യ കഴിക്കുന്നില്ല. ഇപ്പൊ ഒരു മരുന്നില്ലാതെ അയാള് വെയിറ്റ് ഒക്കെ നോർമൽ വെയിറ്റ് ആയി. ഇപ്പൊ വൈഫിന്റെ ശബ്ദം അവിടുന്ന് കേൾക്കുന്നു, എനിക്ക് ഇവിടുന്ന് കേട്ടാൽ. കാരണം രണ്ടാമത്തെ ചേട്ടത്തി വന്നു, ചേട്ടന്റെ ഭാര്യയും ചേട്ടനും ചേട്ടത്തിന്റെ ഭാര്യയും വന്ന് താഴെ വന്നിട്ടുണ്ട്, അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. വോട്ട് ചെയ്യാൻ പോയി, വോട്ട് ചെയ്തു. അത് കഴിഞ്ഞു വൈഫിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ഇതില് സേവാനാഴി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, നമ്മുടെ ഈ നൂലപ്പൊക്കെ ഉണ്ടാക്കണത്, അത് മേടിച്ചു. അതുപോലെ കുറച്ച് കത്തികൾ മേടിച്ചു. കറിക്കരിയണ മറ്റേ ബോർഡ് മേടിച്ചു. 2000 എത്ര രൂപ ഇതായി. മറ്റത് എനിക്ക് ദേഷ്യം വരും കാശ് ചിലവാകുമ്പോൾ. ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസ് നമ്പർ 1 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. യാതൊരു സംശയവുമില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ പഴമക്കാരൊക്കെ പറയാറുണ്ട്, നമുക്കൊരു ട്രയാങ്കിൾ പോലെയാണ് നമ്മുടെ ഇതില്ലേ, സുഖപ്രാപ്തി, അല്ലെങ്കിൽ ഐക്യം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പെട്ടെന്ന്, ഐക്യം സേവനം മോചനം, ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിളില് കുറച്ചും കൂടി ഒരു ഇത് ചെയ്യുമ്പോൾ വീട് ജോലി മീറ്റിംഗ്. പക്ഷെ എനിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീറ്റിംഗാ. ഉള്ള കാര്യം പറയും, ഭംഗി വാക്ക് പറയല്ല, കാരണം എനിക്കത് അനുഭവത്തിൽ വരുന്നുണ്ട് ഒരു മീറ്റിംഗ്. അപ്പൊ എന്തായാലും പലപ്പോഴും ഞാൻ വല്ലാതൊരു ടെൻഷനായ ഒരു സമയമുണ്ട് ശരിക്കും. ഏകദേശം ഒരു 5 കൊല്ലമൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് കടങ്ങൾ വന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. സാധാരണ കാണുന്നത് 90% ആൾക്കാരും കടമായിട്ട് ആൽക്കഹോളിക്സിന് എല്ലാം തകർന്നിട്ട് വന്നിട്ട് പിന്നീട് പിച്ച വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് കാറ് മേടിക്കുക, അല്ലെങ്കിൽ വീട് മേടിക്കുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വാടകയ്ക്ക് ഒരുപാട് വർഷം താമസിച്ചിരുന്ന ഒരാള് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ചാൽ വീട് പണിത്, വണ്ടി മേടിച്ചു, വാഹനങ്ങൾ മേടിച്ചു. അങ്ങനെ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഞാൻ തകർന്ന് തരിപ്പണായി. ആകെ കടം, പലിശയ്ക്ക് മേടിക്കുക, അല്ല വൈഫിന്റെ സ്വർണം കംപ്ലീറ്റ് പണയത്തില്, വിറ്റില്ല, പണയത്തില്, പലിശയ്ക്ക് കാശ് മേടിക്കുക, ഒരു പേടിയില്ല. അങ്ങനെ ആകെ തകർന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ വൈഫിന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഒരു 3 ലക്ഷം രൂപ വരെ ഒരാവശ്യമുണ്ട്, ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, എനിക്കൊന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. വൈഫിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മധു, നീ സാമ്പത്തികമായിട്ട് പ്രശ്നത്തിൽ നീ കുടിക്കാൻ പോകരുത്, അങ്ങനെ വല്ല പ്രശ്നം വരുമ്പോൾ എന്നോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയായിരുന്നു അന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ബന്ധുവുണ്ട്, ബന്ധുവിനോട് ചോദിക്കാം, അയാളുടെ സ്ഥലം വിറ്റ കാശ് 10-60 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, അപ്പൊ എന്ത് ആവശ്യം വെച്ചെങ്കിലും എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ വേറെ ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോയിട്ട് ഒരു 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് മേടിച്ചു. ഞാൻ എൻ്റെ കടം വീട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ചെറിയ പലിശ കൊടുക്കണം, കാരണം ബാങ്കിലത്തെ പലിശ കൊടുക്കണം. ബാങ്കിൽ നിന്നുള്ളതാണ്, ആ ബാങ്കിലത്തെ പലിശ കൊടുക്കാം, അത് 3 ലക്ഷം രൂപയ്ക്ക് നിസ്സാര പലിശയുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കൊരു 6 മാസത്തെ സമയം തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മാസമാകുമ്പോഴേക്കും ഈ ആള് പ്രായമായിട്ടുള്ള ആളാണ്, ആള് അസുഖമുള്ള ഒരാളാണ്. പുള്ളിയുടെ വൈഫ്, അതായത് വേറെ ആരുമില്ല, എൻ്റെ വൈഫിന്റെ വല്യച്ഛനാണ്, അതായത് അമ്മേരെ ചേച്ചി, ആളുടെ ഭർത്താവ്. അമ്മേരെ ചേച്ചി ഭാര്യയുടെ അമ്മേനെ വിളിച്ചു, അതേ മധുവിനോട് എത്രയും പെട്ടെന്ന് പൈസ കൊടുന്നു തരാൻ പറയും, ആൾക്ക് ഇവിടെ ഉറക്കൊന്നുമില്ല, ഇനി അവൻ തരില്ലേ പിടിക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
പിറ്റത്തെ ദിവസം വൈഫിൻ്റെ അച്ഛനോട് പറഞ്ഞു, മധു ഇങ്ങനെയാണ് സംഭവം, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞാൻ 6 മാസത്തെ സമയം ചോദിച്ചു തന്നില്ലേ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചെന്താ ചെയ്യുക? നീ എങ്ങനെയും അതൊന്ന് ശരിയാക്കണം, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് ചെയ്തു തരുന്നു എന്ന് പറയും. ഒരു രക്ഷയില്ല, ഞാൻ ഒന്ന് പുകവലിക്കും ശരിക്കും. അങ്ങനെ എന്താ പറയാ, ഞാൻ ഈ പുകവലിക്കുക. അപ്പൊ അങ്ങനെ തൃശ്ശൂര് ഒരു സ്ഥലത്ത് ഈ റേഷൻ കാർഡിന് എന്തോ ഒരു സംഭവം ശരിയാക്കാൻ വേണ്ടിയിട്ട് വൈഫിന് വരിയിൽ നിർത്തി, വലിയൊരു വരിയാണ്. ഞാൻ തൊട്ടടുത്ത ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ച്, അവിടെ സാഹിത്യ അക്കാദമി ഹോളുണ്ട്, അതിന്റെ ബാക്കിൽ പോയി സിഗരറ്റ് വലിച്ചു. ഞാൻ നിരന്തരമായിട്ട് വലിക്കുന്ന സമയത്ത് ഞാൻ സ്പോൺസർ എന്ന് വിളിച്ചു. സ്പോൺസറോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. ആള് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇന്ന് എവിടെ മീറ്റിംഗ്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അവിടെ മീറ്റിങ്ങിൽ പോകും, നാളെ നോക്കാം നമുക്ക്, ഇന്നത് മറക്കൂ, നാളെ എന്തെങ്കിലും മാർഗം കഴിയും. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ദഹിച്ചില്ല. ഇന്ന് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അയാളോടുള്ള ദേഷ്യം ഒരു വശത്ത്, അയാൾ എന്ത് മനുഷ്യനാ. വൈഫിന്റെ അച്ഛനാണെച്ചെങ്കിൽ അച്ഛന് നിസ്സഹായാവസ്ഥനാണ്, ആള് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേസമയം സ്പോൺസർ പറഞ്ഞു ഇന്ന് മീറ്റിങ്ങിന് പോവുക, നാളെ ഇന്നത്തെ കാര്യം ഇന്ന് നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട, നാളെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ നാളെ ആരെങ്കിലും കാശ്, അപ്പൊ എന്റെ മനസ്സിൽ നിന്ന് തോന്നുന്നു നാളെ ആരെങ്കിലും കാശ് കൊണ്ടു തരുമോ? അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വൈഫിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു. വൈഫ് പറഞ്ഞു നാളെ അദ്ദേഹം പറയുന്നത് കേക്ക്, നാളെ എന്തെങ്കിലും മാർഗം കാണും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വൈഫ് പറയണത് നാളെ എന്തെങ്കിലും മാർഗം കാണുമെന്ന് വൈഫ് പറഞ്ഞു. അന്ന് ഞാൻ മീറ്റിങ്ങിന് പങ്കെടുത്തു. അന്ന് മഴക്കാലമാണ് ശരിക്കും. ആ മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട്. ഏത് നമ്പർ മാത്രമാണ് വരുന്നത്. ഞാൻ ഷെയർ ചെയ്യണ സമയത്ത് 2 പ്രാവശ്യം ഫോൺ ഇങ്ങനെ ഇതിലാണ്, സൈലന്റിലാണ്, വൈബ്രേഷനിലാണ്. അപ്പോൾ വൈബ്രേഷൻ ആയാലും ചെറിയ സൗണ്ട് കേൾക്കാമല്ലോ. അത് കഴിഞ്ഞ് താഴത്ത്, അതായത് ഒരു ബിൽഡിങ്ങിന് മുകളിലാണ്, താഴത്ത് വന്ന് മഴ, വലിയ കനത്ത മഴ പെയ്യണ സമയത്ത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് അവിടുത്തെ പഴമക്കാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അത് ആ സമയത്ത് തന്നെ ഫോൺ റിങ് ചെയ്തു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോടുള്ള വർത്തമാനത്തിന്റെ ഇതില് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇങ്ങനെയാണ് സംഭവം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫോൺ വരുന്നുണ്ട്, ഫോൺ എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ എടുത്തപ്പോൾ ഗൾഫിൽ നിന്ന് ഒരു ക്ലയന്റ് ആണ്. കാരണം പുള്ളി പ്ലാനും കാര്യങ്ങളൊക്കെ ശരിയാക്കി, അദ്ദേഹം എല്ലാം ശരിയായതാണ്. പിന്നെ വീട് പണി തുടങ്ങുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞതാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആ പറമ്പ് ഒന്ന് ക്ലീൻ ആക്കണം, അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടണം, തറപണി ചെയ്യണം, അപ്പൊ അതിന് എത്ര രൂപ വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 7 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ മധുവിന്റെ അക്കൗണ്ട് എനിക്ക് അയച്ചു തരൂ, അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ അയച്ചു തരൂ, ഞാൻ അയച്ചു തരാം. അങ്ങനെ പിറ്റേ ദിവസം 7 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഉടനടി ഞാൻ 3 ലക്ഷം രൂപ എടുത്ത് ഞാൻ അയാൾക്ക് കൊടുത്തു. അന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ആ ദൈവത്തിന്റെ ഞാൻ അത്രമാത്രം ഞാൻ ഉള്ളുരുക്കിയിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ സംഭവം വരുന്നത്. ഇത് എവിടുന്ന് വന്നു? എൻ്റെ സ്പോൺസർ പറഞ്ഞു, നീ ഇന്ന് എവിടെ മീറ്റിങ്ങിന്, ആ മീറ്റിങ്ങിന് പോ, നാളെ ഇതിനൊരു എന്തെങ്കിലും കാണും. എവിടുന്നാണ് എന്താണ് എന്നുള്ളൊരു ചിന്തന്നില്ലാതെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം വന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മോള് BArchന് പഠിക്കുകയാണ്. അയാള് ഇനിയിപ്പോ 4ാമത്തെ കൊല്ലാണ്, 5 കൊല്ലാണ് മീറ്റിംഗ് ഇത്. അപ്പൊ ഒരു കൊല്ലത്തില് ഏകദേശം ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപയോളം ചെലവ് വരും. ഞാൻ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി പോയി, എവിടുന്നും കിട്ടിയില്ല. അപ്പൊ എനിക്ക് വല്ലാതെ വിഷമിച്ചു. ഞാൻ അപ്പോഴും ഈ പറഞ്ഞ പോലെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇങ്ങനെ എന്താ ചെയ്യാന്ന്. അങ്ങനെ ഇവിടുന്ന് കട മേടിച്ചിട്ട് ഞാൻ എൻ്റെ മകളെ പഠിപ്പിച്ചു. പക്ഷെ ഒരു കൊല്ലത്തെ ഫീസ് കൊടുക്കണ്ടെന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാ കൊല്ലം ആ ഫീസ് സ്കോളർഷിപ്പായിട്ട് കിട്ടിയെന്നുള്ളതാ. 1,80,000 രൂപയോളം 2 കൊല്ലം കിട്ടി. ഞാൻ മോളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ കാശ് അയച്ചു കൊടുക്കണം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തു പോകണം, സാധനങ്ങൾ മേടിക്കണം, ചിലപ്പോൾ ഫുഡ് പുറമെന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. എൻ്റെ മോളിനെ വിളിക്കുമ്പോൾ വില പൈസയ്ക്കാവും.
ഫസ്റ്റ് സ്കോളർഷിപ്പിന് കിട്ടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തിന്റെ ആ ഒരു ആശയം, അതായത് ദൈവം ആ ഒരു മാർഗദർശിയായിട്ട് എനിക്ക് വല്ലാതെ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട്, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം. അതായത് കാശിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇന്നാ പിടിച്ചോ എന്ന് പറയുന്ന സമയം, ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ ഈശ്വരന്റെ ഒരു എന്താ പറയാ ആ ഒരു ഇടപെടല് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ എനിക്ക് നെഞ്ചുവേന ഈ പ്രാവശ്യം അന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തളർന്ന് വീഴുന്ന പോലെ തോന്നി. അപ്പോൾ ഏകദേശം മീറ്റിംഗ് ശരിക്കും 8:30 കഴിഞ്ഞതാണ്. എന്നാലും ഒരു 9 മണി ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞാനൊരു ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നെഞ്ചുവേദന വന്നു. പെട്ടെന്നൊരു നെഞ്ചുവേദന. ഞാൻ അടക്കി പിടിച്ച് മെല്ലെ നടക്കുമ്പോഴേക്കും കിതപ്പ് വന്നു. വേർത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് നെഞ്ചുവേദനയാവേണ്ടതെന്ന്. പുള്ളി എന്നെ ഒരു കട റൂമിന്റെ ഒരു ഷോപ്പിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് വേഗം പോയിട്ട് വെള്ളം കുടിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എന്താ വേണ്ടത് അറിയാതെ, അപ്പൊ ഞാൻ ഉടനടി എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു, മൂത്ത ജ്യേഷ്ഠനെ വിളിച്ചു. രണ്ട് ജ്യേഷ്ഠന്മാരും കൂടിയിട്ട് കാർ എടുത്ത് അവർ വന്നു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ECG എടുത്തു, മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു അതിലൊന്നും നോർമലാണല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല, വല്ല ഗ്യാസ് കയറിയതോ എന്തൊക്കെയാവും ചിലപ്പോൾ എന്ന് പറഞ്ഞ ഗ്യാസിന്റെ മരുന്നും ഒരു ഇഞ്ചക്ഷൻ തന്നു. ഇത് പലതവണ ആവർത്തിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുതലാണ്, കൊളസ്ട്രോൾ ഇല്ല, പക്ഷെ എന്നാലും. അങ്ങനെ ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു സ്പെഷ്യലിസ്റ്റ്. അതായത് ഈ അപ്പൊ അവിടെയൊക്കെ ഡോക്ടറെ കാണാതിരിക്കുമ്പോൾ വലിയ തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, പേടിക്കാതിരിക്കേ, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥന, അതായത് വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോ ഞാന് ഈ പ്രാർത്ഥന, വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോന്നല്ല, ആ സമയത്ത് പ്രാർത്ഥിക്കാതെ രക്ഷയില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ദൈവമേ, ഈ മാറ്റുവാൻ പറ്റാത്ത ആ സാഹചര്യത്തെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഡോക്ടർ അവിടെ വന്നു. ഡോക്ടർ പറഞ്ഞു, അവിടെ കിടക്കാൻ പറഞ്ഞു. ആള് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇതറിയണം, ശരിക്കും കുഴപ്പമുണ്ടോ ഇല്ലേ. ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ വരുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അപ്പൊ പുള്ളിയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. ആള് പറഞ്ഞോടൂ, തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചെയ്യേ, 2 ടെസ്റ്റ് ഞാൻ എഴുതി തരാം, ഈ TMT അതുപോലെ എക്കോ ടെസ്റ്റ്, അത് ചെയ്യാം. അങ്ങനെ ഞാനും വൈഫും കൂടി അവിടെ പോയി ആദ്യം എക്കോ ടെസ്റ്റ് ചെയ്തു, പിന്നെ TMT ചെയ്തു. TMT എന്ന് പറഞ്ഞ ട്രെഡ്മിൽ ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഈ ഇതിന്റെ റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾ കുഴഞ്ഞു വീണു അവിടെ. അയാളെ വേഗം സ്ട്രക്ചറിൽ എടുത്തിട്ട് കൊണ്ടുപോകണ ഭാഗം കണ്ടപ്പോൾ എനിക്ക് പേടിയായി. എൻ്റെ ഈ 2 ടെസ്റ്റിലും പ്രശ്നം ഉണ്ടാവും, ഭയങ്കര ഭയം. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇരിക്കണ്ടെന്ന് എന്നോട്, ഒക്കോ, ഇതാ റിപ്പോർട്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാനൊരു സംശയ രോഗിയാണ് ശരി. എനിക്ക് ഇതൊക്കെ പറഞ്ഞു, ഡോക്ടർ അത്രയും ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, താൻ പേടിക്കണ്ട, വെറുതെ പേടിച്ചിട്ട് വലിയ അസുഖങ്ങളും വരുത്തണ്ട, ഇനി തീരെ പറ്റില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടോളാം. ഭയം. പക്ഷെ ഇവിടൊക്കെ എൻ്റെ ആ ഭയത്തെ ദൂരീകരിക്കുകയും അതേപോലെ തന്നെ നമ്മൾ പറയില്ലേ, അതായത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വികാരവിക്ഷുബ്ധരാകുമ്പോഴും സംശയഗ്രസ്തരാകുമ്പോഴും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ
ഒരു നിമിഷത്തേക്ക് ഒന്ന് ചിന്തിക്കാൻ പറയാ. കാരണം ഇന്ന് ഞാൻ ജീവനോടുണ്ടല്ലോ, മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൽക്കോളിസ് അനോണിമസിന്റെ കൂടെയാണ് ശരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ട്. എന്തായാലും സമയമായി 9:46. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ വിഷയത്തോട് എത്രമാത്രം ഞാൻ നീതി പുലർത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിലൂടെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ വലിയ ശക്തിയുണ്ട്. ആ വലിയ ശക്തി ഒരുപാട് എന്നിലും മറ്റുള്ളവരിലും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പഴയ ആ കുടിയൻ അല്ലെങ്കിൽ ആ കുടിക്കാത്ത കുടിയനല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തായാലും സന്തോഷം. എല്ലാവർക്കും സുബോധാവസ്ഥ കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി രാജേഷ് ഏട്ടാ. താങ്ക് യു. താങ്ക് യു മതിച്ചേട്ടാ.